ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈവരിച്ച വികസന പുരോഗതി ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 5 സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ കത്വ ഭീകരാക്രമണത്തിൽ രാഷ്ട്രപതിയും രാജ്യരക്ഷാമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. മേഖലയിൽ സുരക്ഷാസേന ഭീകരർക്കായി തിരച്ചിൽ ശക്തമാക്കി. സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. LPG മസ്റ്ററിംഗിന് സർക്കാർ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഉപഭോക്താക്കൾക്ക് മൊബൈൽ ആപ്പ് വഴി പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈവരിച്ച വികസന പുരോഗതി ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആത്മവിശ്വാസം നിറഞ്ഞ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞതായും ഇതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3ാം തവണയും പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ രാജ്യത്തിനായി 3 മടങ്ങ് കൂടുതൽ ശക്തിയിലും വേഗത്തിലുമാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. आज से ठीक 1 महीने पहले 9 जून को मैंने तीसरी बार भारत के PM पद की शपथ ली थी और उसी दिन मैंने एक प्रण किया था कि अपने तीसरे टर्म में मैं 3 गुनी ताकत से काम करूंगा, 3 गुनी रफ्तार से काम करूंगा. और ये भी एक संयोग है कि सरकार के कई लक्ष्यों में भी 3 का अंक छाया हुआ है. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും സംയുക്തമായി അധ്യക്ഷത വഹിക്കും. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സഹകരണം, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിലും ഇരു നേതാക്കളും ചർച്ച നടത്തും. ബ്രിക്സ്, ഷാങ്ഹായ്, G20, കിഴക്കൻ ഏഷ്യ ഉച്ചകോടി തുടങ്ങിയ രാജ്യാന്തര സംഘടനകളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഉഭയകക്ഷി ഇടപെടലുകളുടെ പുരോഗതിയും ഇരു നേതാക്കളും വിലയിരുത്തും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെ മോസ്കോയിലെത്തിയ ശ്രീ മോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാന്ദ്രോവ് അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. വ്ളാഡിമിർ പുടിൻ ഒരുക്കിയ അത്താഴ വിരുന്നിലും അദ്ദേഹം ഇന്നലെ പങ്കെടുത്തു. 2ാം ലോക മഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച റഷ്യൻ സൈനികരുടെ സ്മരണാർത്ഥമുള്ള ക്രെംലിനിലെ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കും. തുടർന്ന് ശ്രീ നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളിലേർപ്പെടും. യാത്രയുടെ 2ാം പാദത്തിൽ ഇന്ന് ഓസ്ട്രിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഓസ്ട്രിയൻ ചാൻസലറുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിൽ സൈനികരുടെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം അപലപനീയമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോരാട്ടത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ കുടുംബത്തിനൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു. 5 സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ കത്വ ഭീകരാക്രമണത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റ സൈനികർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. സൈനികരുടെ കുടുംബങ്ങൾക്കൊപ്പം രാജ്യം ഒന്നടങ്കം നിലകൊള്ളുന്നതായി അനുശോചന സന്ദേശത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭീകരപ്രവർത്തനം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കത്വയിലെ മച്ചേടി മേഖലയിൽ ഇന്നലെ വൈകുന്നേരം പതിവ് പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനിക വാഹനത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ ശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. മേഖലയിൽ ഭീകരർക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യവും പോലീസും CRPFും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ഹെലികോപ്റ്റർ, UAV മാർഗങ്ങളും തിരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. 4ഓളം ഭീകരർ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു ദേശീയ ഹൈവേയിലും സുരക്ഷ ശക്തമാക്കി. അമർനാഥ് തീർത്ഥാടകരുടെ സുരക്ഷ കൂടി മുന്നിൽ കണ്ടാണ് നടപടി. സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിലും അതിതീവ്ര മഴയിലും കൃഷിനാശം സംഭവിച്ചതുമൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധി നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കൃഷിനാശത്തിനിരയാകുന്ന കർഷകർക്ക് കൃത്യമായ നഷ്ടപരിഹാരം സർക്കാർ നൽകുന്നില്ല എന്ന് അദ്ദേഹം ആരോപിച്ചു.
കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും മൂലം 1000 കോടി രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ഉണ്ടായതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കുന്ന വിധത്തിൽ നയപരമായ മാറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ആഗോള താപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായതായി മന്ത്രി പി പ്രസാദ് മറുപടിയായി പറഞ്ഞു. ഇതിനെ സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്നും കർഷകരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തമുണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വ്യാജ ഉപഭോക്താക്കളെ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് എണ്ണ വിപണന കമ്പനികൾ LPG ഉപഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത തിരിച്ചറിയൽ ഉറപ്പുവരുത്തുന്നതെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. 8 മാസത്തിലേറെയായി ഈ പ്രക്രിയ നടന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗ്യാസ് ഏജൻസികളിലെ LPG മസ്റ്ററിംഗിൽ അനുഭവപ്പെടുന്ന തിരക്ക് സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മസ്റ്ററിംഗിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഉപഭോക്താക്കൾക്ക് എണ്ണ വിപണന കമ്പനികളുടെ മൊബൈൽ ആപ്പ് വഴി ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. LPG ഡെലിവറിക്കിടയിലും OTP ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്താൻ കഴിയും. LPG വിതരണ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് നടത്താൻ നിർദ്ദേശിച്ചിട്ടില്ലെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനായി ഇക്കാര്യത്തിൽ എണ്ണ വിതരണ കമ്പനികൾ വ്യക്തത വരുത്തുമെന്നും മന്ത്രി അറിയിച്ചു. BJP സംസ്ഥാന വിശാല നേതൃയോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുതിർന്ന BJP നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ ജോർജ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ ഇന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. മുൻ കേന്ദ്രമന്ത്രിമാരായ V. മുരളീധരൻ, O. രാജഗോപാൽ, പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ദേശീയ നിർവാഹക സമിതി അംഗം P. K. കൃഷ്ണദാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പറന്ന പാകിസ്ഥാൻ ഡ്രോണിന് നേരെ ഇന്ത്യൻ സേന വെടിയുതിർത്തു. ഇന്നലെ രാത്രി 9:15ഓടെയായിരുന്നു സംഭവം. എന്നാൽ ഡ്രോൺ തിരികെ പാകിസ്ഥാൻ മേഖലയിലേക്ക് പറന്നതായാണ് വിവരം. 1000 മീറ്റർ ഉയരത്തിൽ പറന്ന ഡ്രോണിന് നേരെ സേന 5 റൌണ്ട് വെടിവെച്ചു. അരമണിക്കൂറിന് ശേഷം പ്രദേശത്ത് മറ്റൊരു ഡ്രോൺ കൂടി ഇന്ത്യൻ സേന വെടിവെച്ചിടാൻ ശ്രമിച്ചെങ്കിലും പറന്നുയരുകയായിരുന്നു. ഡ്രോൺ മേഖലയിൽ ആയുധങ്ങളോ മയക്കുമരുന്നുകളോ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് സേന തിരച്ചിൽ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നവർക്ക് 3 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര അവയവ കടത്ത് സംഘത്തിന്റെ ഭാഗമായ 7 പേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെയാണ് പിടിയിലായത്. ബംഗ്ലാദേശ് സ്വദേശിയാണ് റാക്കറ്റിന് നേതൃത്വം നൽകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. 2019 മുതൽ സംഘം പ്രവർത്തിച്ചു വരുന്നതായും പോലീസ് പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കുമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലെ വെങ്കല മെഡൽ ജേതാവാണ് ഗഗൻ നാരംഗ്. ബാഡ്മിന്റൺ താരം PV സിന്ധുവും ടേബിൾ ടെന്നീസ് താരം A. ശരത് കമലും ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തും. ഈ മാസം 26-നാണ് പാരീസ് ഒളിമ്പിക്സിന് തുടക്കമാവുക. ഒളിമ്പിക്സിൽ രാജ്യത്തിനു വേണ്ടി മികച്ച നേട്ടം കൈവരിക്കാൻ ഇന്ത്യൻ കായിക താരങ്ങൾക്ക് കഴിയുമെന്ന് ശ്രീമതി PT ഉഷ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോപ്പ അമേരിക്ക ഫുട്ബോൾ സെമി ഫൈനലിൽ അർജന്റീന നാളെ കാനഡയെ നേരിടും. ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാവിലെ 5:30-നാണ് മത്സരം. മറ്റന്നാളാണ് യുറുഗ്വേ കൊളംബിയ രണ്ടാം സെമി. യൂറോ കപ്പ് ഫുട്ബോളിൽ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രാത്രി 12:30 നടക്കുന്ന ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. മറ്റന്നാൾ നടക്കുന്ന രണ്ടാം സെമിയിൽ നെതർലാൻഡ്സ് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന 3ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തിനിടെ കൈവരിച്ച വികസന പുരോഗതി ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. 5 സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ കത്വ ഭീകരാക്രമണത്തിൽ രാഷ്ട്രപതിയും രാജ്യരക്ഷാമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. മേഖലയിൽ സുരക്ഷാസേന ഭീകരർക്കായി തിരച്ചിൽ ശക്തമാക്കി. സംസ്ഥാനത്തെ കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. LPG മസ്റ്ററിംഗിന് സർക്കാർ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഉപഭോക്താക്കൾക്ക് മൊബൈൽ ആപ്പ് വഴി പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് താരം ഗഗൻ നാരംഗ് ഇന്ത്യൻ സംഘത്തെ നയിക്കും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.